അമ്മേ, എനിക്ക് വിശക്കുന്നു, കുറച്ച് ചോറ് തരാമോ? അവൾ അമ്മു, 10 വയസ്സുകാരി. അമ്മുവിന് സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടിട്ടു കുറച്ചു മാസങ്ങളെ ആയിട്ടുള്ളൂ. കുഞ്ഞായ അമ്മുവിനെ നോക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ ഗോപൻ രണ്ടാമതും ഒന്നും കൂടെ കല്യാണം കഴിച്ചു. അവളാണ് ദേവകി. ആ നാട്ടിലെ സുന്ദരിയും മൃദുവായ വാക്കുകൾ സംസാരിക്കുന്ന ഒരു പെണ്ണ്. ആദ്യ ദിവസങ്ങളിൽ അവൾ അന്ധമായി സ്നേഹിക്കുന്ന ഒരമ്മയായിരുന്നു. മോളെ, ഇനി നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ നോക്കും. ഞാൻ നിനക്ക് നല്ലൊരമ്മയായിരിക്കും. ദേവകിയുടെ വാക്കുകൾ അമ്മുവിൻ്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ കനൽ തെളിഞ്ഞിരുന്നു. പക്ഷേ ആ കനൽ അധികകാലം തെളിഞ്ഞു നിന്നില്ല. കാലം കുറച്ചു കടന്നുപോയി. ഗോപൻ ജോലിക്ക് പോകുമ്പോൾ ദേവകിയുടെ അമ്മുവിനോടുള്ള പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അമ്മു എന്തു ചെയ്താലും ദേവകി കുറ്റം പറയാൻ തുടങ്ങി. അമ്മുവിനെ സ്കൂളിൽ പോലും പറഞ്ഞയക്കാതെ രാവിലെ മുതൽ രാത്രി വരെ ദേവകി വീട്ടുജോലികൾ ചെയ്യിക്കാൻ തുടങ്ങി. ഒരു കൊച്ചു കുഞ്ഞാണ് പരിഗണന പോലും കൊടുത്തില്ല. രാത്രികളിൽ ഉറങ്ങാതെ ആ കുഞ്ഞ് അമ്മയെ ഓർത്ത് കരയും. അമ്മ എവിടെയാണിപ്പോൾ? ഞാൻ ഒറ്റയ്ക്കായി, എനിക്കാരുമില്ല അമ്മേ. അമ്മു കരച്ചിലടുക്കി പതുക്കെ കരഞ്ഞു. ഒരു ദിവസം അമ്മു സ്കൂളിൽ പോയി ചെറിയൊരു സമ്മാനം നേടി. ചിത്രരചന മത്സരത്തിൽ 1ാം സ്ഥാനം. ആ സന്തോഷം പങ്കിടാൻ അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. ഇതെന്തു പറ്റി? നിന്നോട് സ്കൂളിൽ പോകാൻ ആരാണ് പറഞ്ഞത്? അമ്മു വിറച്ചു. അച്ഛ പറഞ്ഞതല്ലേ, ഞാൻ പോയി. മിണ്ടാതെ വായടച്ച് അടുക്കളയിൽ കയറിക്കോ. ദേവകി ഉറഞ്ഞു തുള്ളി. ഒരു ദിവസം ജോലിക്ക് പോയ ഗോപൻ കുറച്ചു നേരത്തെ വീട്ടിലെത്തി. വാതിൽ തുറന്നപ്പോൾ അയാൾ കണ്ടത് അമ്മു നിലത്ത് മുട്ടുകുത്തിയിരിക്കുന്നു. ദേവകി അവളുടെ കൈ ചുരുട്ടി മടക്കി അടിക്കുന്നു. നിനക്കെവിടെ ആരുമില്ല, നീ ഇവിടുത്തെ ജോലിക്കാരിയാണ്. അത് കേട്ട ഗോപൻ നിശ്ചലമായി നിന്നു. കണ്ണുകൾ നിറഞ്ഞു. ദേവകി! ഗോപൻ അലറി. അലർച്ച കേട്ട ദേവകി ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ ഗോപൻ തന്നെ തുറിച്ചു നോക്കി ഓടി വരുന്നു. ഗോപൻ ഓടിച്ചെന്ന് മോളെ കെട്ടിപ്പിടിച്ചു. മോളെ, അമ്മു, എന്താ ഇത്? നിനക്കിങ്ങനെയൊരു ഗതി വന്നല്ലോ. അയ്യോ, ഞാനെന്തൊരു പാപിയാണ്. എൻ്റെ മോളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഈ അച്ഛനോട് ക്ഷമിക്കും മോളെ. നിലവിളിച്ചുകൊണ്ട് നിലത്ത് അവശയായി കിടന്ന മകളെ ഗോപൻ കെട്ടിപ്പിടിച്ചു. അവളെ ആശ്വസിപ്പിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ ദേവകി പകച്ചു നിന്നു. അല്പസമയത്തിനു ശേഷം ഗോപൻ, ദേവകി, എനിക്ക് ഇങ്ങനെയൊരു ഭാര്യയെയോ എൻ്റെ മോൾക്ക് ഇങ്ങനെയൊരു അമ്മയെയോ ആവശ്യമില്ല. ഇപ്പോൾ ഈ നിമിഷം നീ ഇവിടെ നിന്ന് പോകണം. ഇനി ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കരിനീയലായി നീ വരുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും പറയാതെ ദേവകി ആ വീട് വിട്ടുപോയി. അന്നു മുതൽ ഗോപന്റെയും അമ്മുവിൻ്റെയും ജീവിതം പുതിയ വഴിത്തിരിവിലേക്ക്.